ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോയിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, കേടെറ്റ് ഉറുദു സിലബസ്. അതാണ് ഇന്നത്തെ വിഷയം. ഈ വീഡിയോയിൽ പ്രധാനപ്പെട്ട 2 വിഷയങ്ങളാണ് വിശദീകരിക്കാൻ പോകുന്നത്. ആദ്യമായി കേടെറ്റിനെ കുറിച്ചുള്ള പ്രാഥമികമായ വിവരങ്ങൾ, അടുത്തതായി കേടെറ്റ് ഉറുദുവിൻ്റെ സിലബസ്. ആദ്യമായി നമ്മൾ കേടെറ്റ് എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ആർക്കൊക്കെയാണ് കേടെറ്റ് എക്സാം നിർബന്ധം? നമുക്കറിയാം, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും കേടെറ്റ് എക്സാം നിർബന്ധമാണ്. വർഷത്തിൽ 2 തവണയാണ് കേടെറ്റ് എക്സാം വരുന്നത്. വർഷത്തിൽ 2 തവണ നമുക്ക് കേടെറ്റ് എക്സാം എഴുതാം. ഇനി കേടെറ്റ് എക്സാമിലെ എത്ര ക്വസ്റ്റ്യൻസ് ആണ്, എത്ര മാർക്കുകളാണ്, അതുപോലെ തന്നെ അതിൻ്റെ സമയക്രമം എങ്ങനെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. 150 ക്വസ്റ്റ്യൻസ്, 150 മാർക്ക്, അതുപോലെ തന്നെ 150 മിനിറ്റ്. ഇതാണ് കേടെറ്റ് എക്സാമിൻ്റെ സമയക്രമം. എക്സാം ഒരു OMR ടൈപ്പാണ്, അഥവാ ഒരു ചോദ്യത്തിന് 4 ഓപ്ഷൻസ് തന്നിട്ട് അതിലെ ശരിയായ ഉത്തരം കറുപ്പിക്കുന്ന രീതി. സാധാരണ OMR ഷീറ്റിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി എത്രയാണ് ക്വാളിഫിക്കേഷൻ മാർക്സ്? ഇതിൽ സാധാരണയായിട്ട് ജനറൽ കാറ്റഗറിയിൽ വരുന്ന ഒരാൾക്ക് 60% മാർക്കാണ്, അഥവാ 90 മാർക്കാണ് വിജയിക്കാനായിട്ട് ആവശ്യമുള്ളത്. അതിനിപ്പോൾ OBC, SC, ST വിഭാഗത്തിൽ പെടുന്നവരാണെന്നുണ്ടെങ്കിൽ 55% മാറുന്നു. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരാണെങ്കിൽ അത് 50% ആണ്. ഇനി നമുക്ക് കേടെറ്റ് എത്ര കാറ്റഗറി ആയിട്ടാണ് ഉള്ളത് എന്ന് നോക്കാം. കാറ്റഗറി 1, 2, 3, 4 എന്നിങ്ങനെ 4 കാറ്റഗറി ആയിട്ടാണ് കേടെറ്റ് എക്സാം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിലെ കാറ്റഗറി 1 ഹൈസ്കൂൾ ടീച്ചേഴ്സിനാണ്. ഇനി കാറ്റഗറി കേടെറ്റ് 1 LP അധ്യാപകർക്കും, കേടെറ്റ് 2 UP അധ്യാപകർക്കും, കേടെറ്റ് 3 ഹൈസ്കൂൾ അധ്യാപകർക്കുമായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇതിലെ കാറ്റഗറി 4 ലാംഗ്വേജ് ടീച്ചേഴ്സ്, അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായിട്ടുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ മ്യൂസിക്, വർക്ക് എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള എക്സാമുകളൊക്കെ വരുന്നത് കാറ്റഗറി 4ലാണ്. ഇനി നമുക്ക് നമ്മുടെ ഉറുദുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാറ്റഗറി 3യിലാണ് നമ്മുടെ ഹൈസ്കൂൾ ടെറ്റ് എക്സാം, ഉറുദു ടെറ്റ് എക്സാം കിടക്കുന്നത്. അതുപോലെ തന്നെ കാറ്റഗറി 4ലാണ് UP സ്കൂളിലെ ലാംഗ്വേജ് ടീച്ചേഴ്സ് ആയിട്ടുള്ള ഉറുദു ആണെങ്കിലും സംസ്കൃതമാണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഒക്കെ കിടക്കുന്നത്. ഇനി ഇതിൻ്റെ സിലബസ് ആണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ കേടെറ്റ് ഉറുദുവിൻ്റെ UP ഉറുദുവിൻ്റെ സിലബസ് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്രധാനമായും ഞാൻ പറഞ്ഞല്ലോ 150 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിലെ ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ഇവിടെ കാണുന്നത് പോലെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജിയാണ്. ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജിയാണ് ആദ്യത്തെ ഏരിയ. ഇതിൽ നിന്നും 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുക. അതിൻ്റെ സിലബസ് ആണ് ഈ കാണുന്നത്. നമ്മുടെ ഈ സിലബസ് ketet.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ആവശ്യമുള്ളവർക്ക് നേരിട്ട് പോയി ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇത്രയുമാണ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി എന്നുള്ളതിൽ വരുന്നത്. ഇത്രയുമല്ല, കുറച്ചുകൂടെ ഉണ്ട്. ഇത്രയും വരുന്നുണ്ട്. ഒരു A സെഷനും അതുപോലെ തന്നെ അടുത്തത് Bയും. ഇതിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ എലമെൻ്ററി ചൈൽഡ്, കോൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ലേണിംഗ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് ചിൽഡ്രൻ, ഇൻഫ്ലുവൻസ് ഓഫ് ഹെറിഡിറ്റി ആൻഡ് എൻവിറോൺമെൻറ്റ്, ഇങ്ങനെ തുടങ്ങി A സെഷനിലും B സെഷനിലുമായിട്ട് ഏകദേശം ഇതിലൊരു 4, അതുപോലെ തന്നെ ഇതിലൊരു 10, അത്രയും ടോപ്പിക്കുകൾ ഈ വിഷയത്തിൽ വരുന്നുണ്ട്. ഇനി അടുത്തത്
മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ആ സിലബസ് ഒന്ന് നോക്കാം. ഈ ഏരിയയിൽ നിന്നും ഏകദേശം 40 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് നമുക്ക് ചോദിക്കുന്നത്. ഇതിൽ 30 ക്വസ്റ്റ്യൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് 2012 വന്ന സിലബസ് ആയതുകൊണ്ടാണ് ഇപ്പോൾ എക്സാമിന് മാറ്റം വന്നിട്ടുണ്ട്. സിലബസിനെല്ലാം മാറ്റം വന്നിരിക്കുന്നത്, എക്സാമിൻ്റെ പാറ്റേണിന് മാറ്റം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോജി 30 മാർക്ക്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഓപ്ഷണൽ ആയിട്ടുള്ള മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അതൊക്കെ 40 മാർക്കിനും നമ്മുടെ മെയിൻ സബ്ജക്റ്റായിട്ടുള്ള ഉറുദുവിൽ നിന്ന് 80 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുമാണ് ചോദിക്കുന്നത്. ഇതാണ് മലയാളത്തിലെ നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. ഇത് വായിച്ചു നോക്കിയാൽ അറിയാം. അവതാരണം, ഗദ്യം, കേന്ദ്രാശയം കണ്ടെത്തൽ, വിശകലനം, നിഗമന രൂപീകരണം, അതുപോലെ തന്നെ കാവ്യബിംബങ്ങൾ കണ്ടെത്തൽ, കേന്ദ്രാശയം കണ്ടെത്തൽ, അതുപോലെ അർത്ഥതലങ്ങൾ കണ്ടെത്തൽ, അങ്ങനെ തുടങ്ങി ഈ സിലബസ് മുഴുവനും നമ്മുടെ മലയാളത്തിൻ്റേതാണ്. ഇനി നമ്മൾ മലയാളമല്ല ഇംഗ്ലീഷാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ സിലബസ് വേറെയാണ്. ഇതാണ് അതിൻ്റെ സിലബസ്. ഇംഗ്ലീഷ് ആണെങ്കിൽ ലാംഗ്വേജ് കോംപ്രഹെൻഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൽ ഒരുപാട് സബ് ടോപ്പിക്സ് ഉണ്ട്. പിന്നെ പെഡഗോജി ഓഫ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, ഇതിൽ നിന്നായിട്ട് 30 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 30 അല്ല, ഇപ്പോൾ 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ മെയിൻ സബ്ജക്റ്റ് ആയിട്ടുള്ള ഉറുദു. അതിൽ നിന്നും 80 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഇനി ഉറുദുവിൻ്റെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലും സെഷൻ എ അതുപോലെ തന്നെ സെഷൻ ബി എന്നിങ്ങനെ 2 പാർട്ടുകളിലായിട്ടാണ് ചോദ്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ സെഷൻ നോക്കൂ, ജബാനി സൊലാഹിയത്തെ ഓർ ത്വരീക്കായെ താലീം അഥവാ ഭാഷാശേഷികളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രീതികളുമാണ് അല്ലെങ്കിൽ അധ്യാപന രീതികളുമാണ് ആദ്യത്തെ മേഖല. അതിൽ തന്നെ ഏകദേശം 10 ടോപ്പിക്സ് കൊടുത്തിട്ടുണ്ട്. ജബാൻ കി താലീം കെ അറാസ് വ മുഖാസിദ, ജബാൻ കി താലീം കെ അസൂൽ ഓർ നസ്രിയെ, അതുപോലെ തന്നെ ജബാൻ ഓർ ഉസ്കി ആമോസഷ്, ജബാൻ കി താലീം, അതുപോലെ ബുനിയാദി ലിസാനി സൊലാഹിയത്തേം ഓർ ഉൻകി നുഷൂനിമ, വസായിലെ താലീം, ജായിസ, ഇസ്ലാഹി തദ്രീസ്, അതുപോലെ ഖുസൂസി തവജ്ജ കി ജറൂറത്ത് വാലെ തൊൽബ കി താലീം, ഉസ്താദ് കാ റോൾ, ദർസി കിതാബ് കി ഖുസൂസിയാത്ത്. ഇങ്ങനെ 10 അല്ലെങ്കിൽ 11 മേഖലകളിലായിട്ടാണ് നമ്മുടെ ചോദ്യങ്ങളുള്ളത്. ഇനി ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ഐഡിയ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നോക്കൂ, നമ്മൾ സെഷൻ എയിലെ ഈ 11 മേഖലകളും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു ഭാഷാ പഠന ക്ലാസ് എങ്ങനെയായിരിക്കണം അതാണ് ഇതിലൂടെ പ്രതിപാദിക്കുന്നത്. ഇതിലെ ഓരോന്നും നമുക്കൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കാം. ആദ്യത്തെ നോക്കൂ, ജബാൻ കി താലീം കെ അറാസ് വ മുഖാസിദ് അഥവാ ഭാഷാ വിദ്യാഭ്യാസത്തിൻ്റെ ഉദ്ദേശ്യങ്ങളും ലക്ഷ്യങ്ങളും എന്താണ്, എന്തിനാണ് നമ്മൾ സ്കൂളുകളിൽ ഭാഷാ വിദ്യാഭ്യാസം നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അല്ലേ, അതിനുള്ള അവസരം എന്തിനാണ് ഒരുക്കിയിരിക്കുന്നത്? നമുക്കറിയാമല്ലോ, നമ്മുടെ ആശയങ്ങളുടെ കൈമാറ്റം, അതുപോലെ തന്നെ സംസ്കാരം അല്ലേ, നമ്മുടെ സംസ്കാരത്തിൻ്റെ സംരക്ഷണം, അതുപോലെ തന്നെ സംസ്കാരത്തിൻ്റെ പ്രക്ഷേപണം, അതുപോലെ തന്നെ നമ്മുടെ വിവരങ്ങളുടെ സംരക്ഷണവും അതുപോലെ തന്നെ അതിൻ്റെ പ്രക്ഷേപണവും അല്ലേ. അപ്പോൾ നമുക്കറിയാം ഓരോ ഭാഷയും ഓരോ സംസ്കാരമാണ് അല്ലേ, ഓരോ ഭാഷയും ഓരോ സംസ്കാരമാണ്. അതിൻ്റെ സംരക്ഷണവും പ്രക്ഷേപണവുമാണ് മെയിനായിട്ട് ഭാഷാ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ. അതാണ് ഇതിലാദ്യമായി കൊടുത്തിരിക്കുന്നത്. ഇനി അടുത്തത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജബാൻ കി താലീം കി അസൂൽ ഓർ നസ്രിയെ. അപ്പോൾ നമ്മൾ ഭാഷാ വിദ്യാഭ്യാസം സ്കൂളുകളിൽ ഉണ്ട് അല്ലേ, അതിനുള്ള സാഹചര്യമുണ്ട്. ഇനി ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഭാഷാ പഠനം നടത്തുന്നത് ഏതൊക്കെ തത്വങ്ങളുടെയും സിദ്ധാന്തങ്ങളെയും ആസ്പദമാക്കിയാണ് എന്നാണ്. അപ്പോൾ ആ സിദ്ധാന്തങ്ങളും തത്വങ്ങളും ആണ് ഇതിലൂടെ ചോദിക്കുക. നോക്കൂ, അതിൽ ബച്ചോം കി മർക്കസിയത്ത് ഉണ്ട്, ഫിത്രത്ത് സേ മുതാബിക്കത്ത് ഉണ്ട്, ജിന്ദഗി കെ മർബൂത്ത് ഉണ്ട് അഥവാ കുട്ടികളെ കേന്ദ്രീകരിച്ചുണ്ട്, അതുപോലെ തന്നെ
നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ടതും ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സിദ്ധാന്തങ്ങളും തത്വങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെയാണ് ഇതിലൂടെ ചോദിക്കുന്നത്. അടുത്തത് നോക്കൂ, ജബാൻ ഓർ ഉസ്കി ആമോസിഷ് എന്നാണ്, അഥവാ ഭാഷയും അതിൻ്റെ അധ്യാപനവും. ഭാഷ എങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുക, അല്ലേ? നമ്മൾ വെറുതെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്താൽ മതിയോ? ഭാഷ എങ്ങനെ പഠിപ്പിക്കണം? നമുക്ക് സോഷ്യലും സയൻസും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ ഒരിക്കലും ഒരു ഭാഷ പഠിപ്പിക്കാൻ സാധിക്കില്ല, അല്ലേ? നോക്കൂ, ജബാനേക്ക് ഹയാത്തിയാത്തി അൻസറാണ്, അഥവാ ഭാഷ ഒരു എന്താ പറയുക, ജൈവിക ഘടകമാണ്. അതുപോലെ തന്നെ ഷൂരി ഓർ ഓയർ ഷൂരി താലീം, നമ്മൾ ബോധപൂർവമായും അതല്ലാതെയും ഭാഷാ പഠനം സാധ്യമാക്കും. അതുപോലെ തഅലീം ഓർ ആമോസിഷ്, അതുപോലെ തന്നെ തഅലീം വ തഅല്ലും, അത് നമ്മുടെ വിദ്യാഭ്യാസവും പരിശീലനവും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും പഠനവും ഇതെല്ലാമാണ് ഈ മേഖലയിലൂടെ ചോദിക്കുക. അടുത്തത് നോക്കൂ, ജബാൻ കി തഅലീം. അപ്പോൾ ഭാഷയും അതിൻ്റെ അധ്യാപനവും അതുപോലെ തന്നെ അതിൻ്റെ ലക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തത് ഭാഷയുടെ അല്ലെങ്കിൽ ഭാഷാ പഠനം എങ്ങനെയാണ് നമ്മൾ ക്ലാസ് മുറികളിൽ ഒരുക്കേണ്ടത്. അപ്പോൾ നോക്കൂ, തഅലീം കാ മാഹൂൽ, അല്ലേ? ഒരു നല്ലൊരു അന്തരീക്ഷം വേണം, അല്ലേ? എങ്കിൽ മാത്രമാണ് നമുക്ക് ഭാഷാ പഠനം സാധ്യമാവുകയുള്ളൂ. അപ്പോൾ പഠന അന്തരീക്ഷം, അതുപോലെ തന്നെ സർഗർമിയ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഹുക്കുമത്തെ അമലിയ അഥവാ പഠന തന്ത്രങ്ങൾ, ഏതൊക്കെ തന്ത്രങ്ങളിലൂടെയും ഏതൊക്കെ പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെയാണ് നമ്മൾ ഭാഷാ പഠനം സാധ്യമാക്കുക. അടുത്തത് നോക്കൂ, ബുനിയാദി ലിസാനി സൊലാഹിയത്തെ ഓർ ഉൻകി നുഷൂനിമ, അഥവാ അടിസ്ഥാന ഭാഷാ വൈദഗ്ധ്യവും അതുപോലെ തന്നെ വികസനവും. അതിൻ്റെ അഹമിയത്ത് ഓർ ജരൂരിയത്ത്, ചാർ അഹം ലിസാനി മഹാരത്തെ, അതുപോലെ സർഗർമിയ ഹുക്കുമത്തെ അമലിയ. ഇതിലും പ്രവർത്തനങ്ങളും പഠനതന്ത്രങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ആവശ്യകതയും ഒക്കെയാണ് ചോദിക്കുന്നത്. അടുത്തത് നോക്കൂ, വസായിലെ താലീം, അഥവാ ഞാൻ പറഞ്ഞിരുന്നു പെട്ടെന്ന് പോയി ഒരു ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ഇന്ന പേജ് നമ്പറാണ്, പേജ് തുറക്ക്, നമുക്ക് പാഠം തുടങ്ങാം എന്ന് പറഞ്ഞ് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഒരു പാഠഭാഗം എടുക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ ഒരു പദ്യം പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സമാനമായ ഒരു പദ്യം കേൾപ്പിക്കുകയോ അല്ലെങ്കിൽ പാടിപ്പിക്കുകയോ, അതുപോലെ തന്നെ ഒരു കഥയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ ഒരു കഥ കേൾപ്പിക്കുകയോ പറഞ്ഞു കൊടുക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ പാഠഭാഗത്തിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ ആ വസായിലെ താലീം, ആ ടീച്ചിങ് എയ്ഡ്സിൻ്റെ ആവശ്യകത, അതിൻ്റെ പ്രാധാന്യം, അതുപോലെ തന്നെ പലതരത്തിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ടീച്ചിങ് എയ്ഡ്സ് ഏതൊക്കെയാണ്, അതാണ് ഇതിൽ. അടുത്തത് നോക്കൂ, ജായിസ. അപ്പോൾ ജായിസ എന്ന് പറഞ്ഞാൽ വിലയിരുത്തൽ. അപ്പോൾ നമ്മൾ ഭാഷാ പഠനമൊക്കെ ടീച്ചിങ് എയ്ഡ്സിൻ്റെയൊക്കെ സഹായത്താൽ പഠിപ്പിച്ചു കഴിഞ്ഞു. അതിനുശേഷം വരുന്നൊരു സെഷനാണ് ജായിസ, വിലയിരുത്തൽ. അസൂൽ ഓർ നസ്രിയെ, മുഖ്തലിഫ് കിസം കെ ജായിസെ, ആലാത്തെ ജായിസെ, സർഗർമിയ ഹുക്കുമത്തെ അമലിയ. എന്ന് വെച്ചാൽ ജായിസ, അല്ലേ? ജായിസയുടെ എന്താ പറയുക, കാഴ്ചപ്പാടുകൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ജായിസകൾ. നമുക്കറിയാം CE ഉണ്ട്, TE ഉണ്ട്, അല്ലേ? എക്സാം ടേമെൻറ്റിൽ ഉള്ള ഒരു വാല്യുവേഷനും ഉണ്ട്, അതുപോലെ തന്നെ കണ്ടിന്യൂസ് ഇവാല്യുവേഷനും ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ പഠനതന്ത്രങ്ങൾ, ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് നമ്മൾ വിലയിരുത്തൽ സാധ്യമാക്കുക, അതൊക്കെയാണ് ഇതിലൂടെ ചോദിക്കുന്നത്. അടുത്തത് നോക്കൂ, അസ്ലാഹി തദ്രീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിലയിരുത്തലൊക്കെ കഴിഞ്ഞതിന് ശേഷം പരിഹാര പഠനം, അല്ലേ? അതിൽ വിലയിരുത്തലിൽ നമുക്കറിയാം മോശം കിട്ടുന്നവരുണ്ടാവും, ഉയർന്ന നിലവാരക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാര പഠനം എങ്ങനെയാണ്, അതിൻ്റെ ആവശ്യകത എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ പ്രാധാന്യം എന്ത്, അതിന് ഏതൊക്കെ ടെക്നിക്കുകളും ഏതൊക്കെ പ്രവർത്തനങ്ങളിലൂടെയാണ് സാധ്യമാക്കാൻ സാധിക്കുക, അതാണ് ഇതിലൂടെ ചോദിക്കുന്നത്. അടുത്ത നോക്കൂ, ഹുസൂസി തവജ്ജാക്കി സരൂറത്ത് വാലി തൊൽബാക്കി താലീം, അഥവാ നമുക്കറിയാം പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസം അതെങ്ങനെയായിരിക്കണം, അതിൻ്റെ കാഴ്ചപ്പാട്, അവർക്കുള്ള പ്രവർത്തനങ്ങൾ, ആ പഠനതന്ത്രങ്ങൾ, അതൊക്കെയാണ് ഈ സെഷനിൽ. അടുത്തത് നോക്കൂ, ഉസ്താദ് കാ റോൾ, ഒരു അധ്യാപകൻ്റെ റോൾ എന്തായിരിക്കണം ക്ലാസ് റൂമിൽ. നമ്മൾ എന്തായിരിക്കണം ഒരു അധ്യാപകൻ? നമുക്കറിയാം നമ്മളൊരു സ്കഫോൾഡറാണ്, ഒരു മെൻറ്ററാണ്, അല്ലേ? അപ്പോൾ ഒരു അധ്യാപകൻ്റെ റോളാണ് ഇതിലൂടെ സെഷൻ 10 ചോദിക്കുന്നത്. അടുത്തത് നോക്കൂ, ദർസി കിതാബ് കി ഖുസൂസിയാത്ത്, അഥവാ പാഠപുസ്തകത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്?
നമ്മൾ സെഷനിൽ ഭാഷാ പഠനത്തിൻ്റെ ലക്ഷ്യവും അത് എങ്ങനെയൊക്കെയാണ് സാധ്യമാക്കേണ്ടതും എന്നാണ് പഠിച്ചതെങ്കിൽ, അല്ലെങ്കിൽ അതാണ് നമ്മളടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്നതെങ്കിൽ, അടുത്ത സെഷനിൽ ചോദിക്കുന്നത് ഭാഷയെക്കുറിച്ചാണ്. നമ്മുടെ ഭാഷ, നമ്മുടെ ഉറുദു ഭാഷയെക്കുറിച്ചും അതിൻ്റെ പലതരത്തിലുള്ള അസ്നാഫുകളുണ്ട് അല്ലേ, നസരി അസ്നാഫുകളുണ്ട്, അതുപോലെ തന്നെ ഷെരി അസ്നാഫുകളുണ്ട്, അതിനെയൊക്കെ കുറിച്ചാണ് ഈ സെഷനിൽ ചോദിക്കുക. നോക്കൂ, ആദ്യത്തെ ഉറുദു ജബാൻ ക ഓആസ് വ ഇർത്തിക, അഥവാ ഉറുദു ഭാഷയുടെ തുടക്കവും അതിൻ്റെ പുരോഗതിയും, അതുപോലെ തന്നെ ഉറുദു ജബാൻ കി തിറൂതജ് വ ഇഷാഅത്ത് മേ സൂഫിയായെ കറാം കാ ഹിസ്സ, ഉറുദു ഭാഷയുടെ പുരോഗതിയിൽ സൂഫികളുടെ പങ്ക്. ദക്കൻ മേ ഉറുദു ജബാൻ വ അദബ് കി തുറൂതജ് വ ഇഷാഅത്ത്, അഥവാ ദക്കനിൽ ഉറുദു ഭാഷയുടെ വളർച്ചയും പുരോഗതിയും, അതുപോലെ തന്നെ ബഹ്മനി, കുത്തുബ് ഷാഹി ഓർ ആദിൽ ഷാഹി സലാത്തീൻ കെ ഷിഇരി ഓർ നസരി ഖിദ്മാത്ത്. നമുക്കറിയാലോ, ഇത്രയും സാമ്രാജ്യങ്ങളിലെ കാവ്യ, അതുപോലെ തന്നെ ഗദ്യ ഇസ്നാഫുകളിലുള്ള സേവനങ്ങൾ. അതിൽ പ്രത്യേകം പേരെടുത്ത് കൊടുത്തിട്ടുണ്ട്. കുലി കുത്തുബ് ഷാ, ബജ്ഹി, ഒവാസി, ഇബ്നു നിഷാത്തി, വലി, നുസ്രത്തി തുടങ്ങിയവരുടെയൊക്കെ. ഇനി അടുത്തത് ഉറുദു ഷാഇരി ക ഇർത്തിക ആണ്, അഥവാ ഉറുദു കാവ്യരചനയുടെ പുരോഗതിയാണ് കേട്ടോ ചോദിക്കുന്നത്. അടുത്തത് നോക്കൂ, അതിലെന്താ, ഗസൽ ഓർ ചന്ദ് അഹം ഗസൽ ഗോഷോറ, ഗസൽ വരുന്നുണ്ട്. അതിൽ ദബസ്ഥാനെ ദില്ലിയിലെ കവികളായിട്ടുള്ള മീർ തക്കി മീർ, ഹോജ മീർദർദ്, മിർസ ഓലിബ്, മോമിൻ, ഇവരെക്കുറിച്ചാണ് പഠിക്കേണ്ടത്. ദബസ്ഥാനിൽ ലക്നൌവിലേക്ക് വരികയാണെങ്കിൽ നാസിഹും ആത്തിഷും. ഇനി കസീദ ഗോഷോറ, കസീദ അറിയാലോ, കസീദയുടെ സൗദ, സൗഖ്. അടുത്തതോ മർസിയ നിഗാറിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അനീസ, ദബീർ. അടുത്തത് മസ്നവി നിഗാർ ആണെങ്കിൽ മീർ ഹുസൈൻ, നസീം. അടുത്തത് നസം ഗോഷോറ, നസീർ അക്ബർ ആബാദി, മുഹമ്മദ് ഹുസൈൻ ആസാദ്, അക്ബർ അലഹബാദി, മൗലാന അൽതാഫ് ഹുസൈൻ ഹാലി, ചക് പസത്ത്, ഇക്ബാൽ. ഇത്രയും പേരുടെ കവിതയാണ് നമ്മൾ നോക്കേണ്ടത്. അടുത്ത നോക്കൂ, തർക്കി പസന്ത് തഹരീഖ് ഓർ ഉസ്കെ ചന്ദ് നുമായിന്ദ ഷുറ. തർക്കി പസന്ത് തഹരീഖിലെ പ്രധാനപ്പെട്ട കുറച്ച് കവികളെ കുറിച്ചാണ്. ഇതിൽ മഹ്ദു മുഹീദ്ദീൻ, ഫൈസ് അഹമ്മദ് ഫൈസ്, ജോഷ് മലിഹാബാദി, അലി സർദാർ ജൗഫരി. ഇനി അടുത്തത് ഉറുദു നസർ ക ഇർത്തിക്കായാണ്, ഉറുദു നസറുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ആദ്യം വരുന്നത് ദാസ്താനാണ്. രത്നനാഥ് സർഷാറുടെയും മീർ അമൻ ദഹ്ലവിയുടെയും ദാസ്താനാണ് ചോദിക്കുന്നത്. അടുത്തത് നോക്കൂ, നോവൽ ഓർ അഫ്സാനയാണ്. മിർസ ഹാദി റിസ്വ, പ്രേംചന്ദ്, കൃഷൻ ചന്ദർ, രാജേന്ദ്ര സിംഗ് ബീദി, സആദത്ത് ഹുസൈൻ മണ്ടു. ഇതിൽ അടുത്തത് ഡ്രാമയാണ് ചോദിക്കുന്നത്. ഡ്രാമ ആരുടെയൊക്കെയാണ്? ഹഷർ കാശ്മീരി, ഇംതിയാസ് അലി താജ്, മുഹമ്മദ് മുജീബ്, മുഹമ്മദ് ഹുസൈൻ. ഇത്രയും പേരുടെയാണ് കേട്ടോ ചോദിക്കുന്നത്. അടുത്തത്, ഇത് മുഹമ്മദ് മുജീബാണോ മുഹമ്മദ് ഹബീബ് തൻവീർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് കൃത്യമായിട്ടൊന്നും കൂടെ പറഞ്ഞു തരാം. അടുത്തത് നോക്കൂ, തൻകീദ് നിഗാരി, മുക്കാല നിഗാരി, ഖാക്ക നിഗാരി, ഇൻഷാ പർദാരി, ഖുത്തൂത്ത് നിഗാരി ഓർ ഉൻകി ഖുസൂസിയാത്ത്. അപ്പോൾ ഉറുദു നസറിൽ തന്നെ വരുന്നതാണ് നിരൂപണ സാഹിത്യം, സ്കെച്ച്, അതുപോലെ തന്നെ ഉപന്യാസ രചന, അതുപോലെ കത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതെല്ലാം ഇതിൽ വരുന്നതാണ്. അപ്പോൾ അവയും ഇതിൽ ചോദിക്കുന്നുണ്ട്. അടുത്തത് ഹാലി, ഷിബ്ലി, മൗലവി അബ്ദുൽ ഹക്ക്, ഫർഹത്തുല്ല ബേഗ്, റഷീദ് അഹമ്മദ് സിദ്ദീഖി, മൗലാന അബുൽ കലാം ആസാദ്, മിർസ ഓലിബ്. അപ്പോൾ ഈ പറഞ്ഞ ഹുത്തൂത്ത് നിഗാരി, ഇൻഷാ പർദാസി, അതുപോലെ തന്നെ തൻകീദി നിഗാരി, ഇവരുടെയൊക്കെയാണ് ചോദിക്കുക. അടുത്തത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഓർ ഉൻകെ റഫ്ക. സർ സയ്യിദ് അഹമ്മദ് ഖാൻ അവരും അവരുടെ ആ അലിഗഡ് തഹരീക്കിലൊക്കെ പങ്കെടുത്ത കുറച്ച് പേര് കണ്ടിട്ടുണ്ടല്ലോ, ആ ഒരു സമപ്രായക്കാരുണ്ട്, അല്ലെങ്കിൽ ആ സമകാലികരുണ്ട്, അവരെക്കുറിച്ച്. ഇനി ഉറുദുവിലെ അനാസിർ ഹംസയുടെ നസരി ഖിദ്മാത്തുകളാണ് അടുത്തതായി ചോദിക്കുന്നത്. അതിൽ മുഹമ്മദ് ഹുസൈൻ ആസാദ്, മൗലാന ഹാലി, ഷിബ്ലി നുഅ്മാനി, നസീർ അഹമ്മദ്, സക്കാ ഉള്ള. ഇനി അടുത്ത് നോക്കൂ, മുഹമ്മദ് ഹുസൈൻ ആസാദ് ആണെങ്കിലും മൗലാന ഹാലി ആണെങ്കിലും ഒക്കെ സർ സയ്യദ് അഹമ്മദ് ഖാൻ്റെ ആ ഒരു ശിക്ഷണത്തിൽ, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ജദീദ് ഉറുദു നസത്തിനൊക്കെ തുടക്കം കുറിക്കുന്നത്. ഇനി അടുത്ത് നോക്കൂ, ഉറുദു കി തറൂത്തജ് വ ഇഷാഅത്ത് മേ ചന്ദ് അദാറോം കി ഖിദ്മാത്ത്. എന്ന് വെച്ചാൽ ഉറുദു ഭാഷയുടെ പുരോഗതിയിൽ
കുറച്ച് എന്താ പറയുക കുറച്ച് ഫോർട്ട് വില്യം കോളേജ്, ദില്ലി കോളേജ്, അലിഗഡ് കോളേജ്, അല്ലെങ്കിൽ അഞ്ജുമൻ തർക്കി ഉറുദു, അതുപോലെ തന്നെ കൗമി കൗൺസിൽ ബുരായി ഫുറൂസ് ജബാൻ ഉറുദു, ഇത്രയും ഇവരുടെയൊക്കെ ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ പങ്കുണ്ട്. അപ്പോൾ ഇവയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. അടുത്തത് കവായിദാണ്, ഗ്രാമറാണ്. ഇസ്മ കി കിസ്മയാണ് ആദ്യം ചോദിക്കുന്നത്. ഇസ്മ ഹാസ്, ഇസ്മ ആമ ഓർ ഉൻകി കിസ്മയും. അടുത്തത് ഫിഅൽ ഓർ ഉസ്കി കിസ്മയുമാണ്, ലാസിമും മുതഅദ്ദിയും നാക്കിസും. അടുത്തത് ജമാനയാണ് ചോദിക്കുന്നത്, മാസി, ഹാൽ ഓർ മുസ്തഖ്ബൽ. പിന്നെ ഉൻകി കിസ്മയും. ഇനി അടുത്തത് ഹർഫ് ഓർ ഉസ്കി കിസ്മയും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സമീർ ചോദിക്കുന്നുണ്ട്, സിഫത്ത് ചോദിക്കുന്നുണ്ട്, ജുംല കി കിസ്മയും ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുഹാവര, തഷ്ബീഹാത്ത്, ഇസ്തിആരാത്ത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സെഷൻ ബിയിലെ മേഖലകൾ. അപ്പോൾ ആദ്യത്തെ സെഷൻ ഭാഷാ പഠനം ക്ലാസ്സുകളിൽ എങ്ങനെ ചെയ്യണം എന്നാണെങ്കിൽ, അടുത്തത് ഭാഷ എന്താണ്, നമ്മുടെ ഭാഷയുടെ ചരിത്രമാണ് ഇതിൽ ചോദിക്കുന്നത്. അപ്പോൾ എല്ലാ സിലബസും മനസ്സിലാക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് നന്നായി പഠിച്ച് മാർക്ക് വാങ്ങാൻ കഴിയുകയുള്ളൂ. എല്ലാവർക്കും ഈ സിലബസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളുമൊക്കെ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ നമ്മുടെ ഉറുദു ടെറ്റ് ഉറുദുവിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് വീണ്ടും കാണാം. ഹുദാ ഹാഫിസ്. ശുക്രിയ.